ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ റിലേറ്റിവ്സിൻ്റെ തേർഡ് ക്ലാസ്സാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മിറർ ഇക്വേഷൻ പഠിച്ചു. അതിനോട് കണക്ട് ചെയ്തിനി നമുക്ക് പഠിക്കേണ്ടത് മാഗ്നിഫിക്കേഷൻ്റെ കുറേ ടേംസുകളോട് പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്തായിട്ട് പഠിക്കുന്ന റിഫ്രാക്ഷൻ ആയിരിക്കും. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് ദ ക്ലാസ്. ഐ എം തുളസി. വെൽക്കം ടു ദ ഫിസിക്സ് ചാനൽ ഫോർത്ത് ഡയമെൻഷൻ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ലീനിയർ മാഗ്നിഫിക്കേഷൻ. അതായത് പലപ്പോഴും ഒരു ഓബ്ജക്റ്റ് ഒരു മിററിൻ്റെ മുന്നിൽ വെക്കുന്ന സമയത്ത് അതിൻ്റെ പൊസിഷൻ അനുസരിച്ച്, അതായത് നമ്മളിപ്പോൾ വിശ്വസിക്കുന്നത് കഴിഞ്ഞാൽ നമ്മുടെ ഫിഗറിനകത്ത് സെൻറ്റർ ഓഫ് റേച്ചറിന് ബിയോണ്ടാണ് വെക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് പോളിന് സെൻറ്റർ ഇടയ്ക്ക് വെക്കാം, ഫോക്കസിൽ വെക്കാം. അങ്ങനെ പല പല പൊസിഷൻ മാറുമ്പോൾ ഇമേജിൻ്റെ സൈസിൽ വ്യത്യാസം വരും. ചിലപ്പോൾ ഓബ്ജക്റ്റിനെക്കാളിലും ചെറിയ സൈസുള്ള ഇമേജ് ആയിരിക്കും, ചിലപ്പം സൈസ് കൂടി ഇമേജ് ആയിരിക്കും, ചിലപ്പോൾ ഈക്വൽ സൈസ് വരുന്ന ഇമേജുകളായിരിക്കും. അങ്ങനെ പല പല പോസിബിലിറ്റി ഉണ്ട് അല്ലേ. അപ്പം മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞ ടേമാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഈ ഒരു കമ്പാരിസണാണ്, ഇമേജിൻ്റെയും ഓബ്ജക്റ്റിൻ്റെയും സൈസുകൾ തമ്മിലൊരു കമ്പാരിസണാണ് ശരിക്കും മാഗ്നിഫിക്കേഷൻ. അതിൻ്റെ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അതായത് ഹൈറ്റ് ആർക്കാണ് കൂടുതൽ, ഓബ്ജക്റ്റ് ആണോ ഇമേജ്, അതായത് ഓബ്ജക്റ്റിനെക്കാളും സൈസ് കൂടി ഇമേജ് ആണോ അതോ ഈക്വൽ സൈസുള്ള ഇമേജ് ആണോ, അതിനേക്കാളും ഷോർട്ടായിട്ടുള്ള ഹൈറ്റ് കുറഞ്ഞ ഇമേജ് ആണോ ഫോം ചെയ്യുന്നത്. ഇത് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ദാറ്റ് ഈസ് കോൾഡ് മാഗ്നിഫിക്കേഷൻ അല്ലേ. മാഗ്നിഫിക്കേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു എം എന്നതിൻ്റെ ലെറ്റർ എടുക്കുന്നത് സൈസ് ഓഫ് ഇമേജ് ബൈ സൈസ് ഓഫ് ഓബ്ജക്റ്റ് ആണ്. ഈ ഫിഗറിനകത്ത് നമ്മുടെ എ ബി എന്ന് പറയുന്നതാണ് ഓബ്ജക്റ്റ് എന്ന് പറയുന്നത്, സൈസ് എച്ച് ആണ്. ഇന്ന് പ്രിൻസിപ്പൽ ആക്സിന്റെ പാരലായിട്ട് വരുന്ന റേയും അതുപോലെ പോളിൽ വരുന്ന റേയും റിഫ്ലക്ഷൻ കഴിയുമ്പോൾ എവിടെ മീറ്റ് ചെയ്യുന്ന അവിടെ ഇമേജ് കിട്ടത്തില്ലേ. അപ്പോൾ ബി ഡാഷ് എ ഡാഷ് ഇമേജ് ആയിരിക്കും, അതിന്റെ ഹൈറ്റോ ദാറ്റ് ഈസ് എച്ച് ഡാഷ്. ഹൈറ്റ് എന്ന സൈസ് എന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പോൾ ഇമേജിന്റെ സൈസിനെ, അതായത് എച്ച് ഡാഷിനെ ഓബ്ജക്റ്റിന്റെ സൈസോട് ഡിവൈഡ് ചെയ്യുക, എച്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ. ഈ വാല്യൂ ആണ് മാഗ്നിഫിക്കേഷൻ. സോ linear magnification is the ratio of size of the image and size of the object. ഈ ഫിഗറിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്നേ, അതായത് ഈ ട്രയാങ്കിൾ സിമിലർ അല്ലേ. നോക്കി ഏതൊക്കെ ട്രയാങ്കിൾസ്. ഈ ട്രയാങ്കിൾ ഞാൻ നേരത്തെ നിങ്ങളെ സ്പെസിഫൈ ചെയ്താണ്, ട്രയാങ്കിൾ BAP. അതിന് സിമിലർ ആയിട്ട് വരുന്ന ട്രയാങ്കിൾ ഇതാണ്, ഇത് B ഡാഷ് A ഡാഷ് P. ട്രയാങ്കിൾ BAP ആൻഡ് ട്രയാങ്കിൾ B dash A dash P, they are similar. നേരത്തെ നമ്മൾ ഡെറിവേഷൻ അതെടുത്ത് തന്നെയായിരുന്നു അല്ലേ. അപ്പം അതിൻ്റെ കറസ്പോണ്ടിങ് സൈസും റേഷ്യോ എടുത്താൽ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? ദറ്റ് ഈസ് B dash A dash ഡിവൈഡ് ബൈ BA ഈസ് ഈക്വൽ ടു B dash A dash ഡിവൈഡ് ബൈ BA ഈസ് ഈക്വൽ ടു PB dash ഡിവൈഡഡ് ബൈ PB dash ഡിവൈഡഡ് ബൈ PB. ഇതൊക്കെ നേരത്തെ എടുത്തു കഴിഞ്ഞാൽ B dash A dash എന്ന് പറയുന്ന ഭാഗത്ത് കൊടുക്കുന്ന സൈസ് ഓഫ് ഇമേജ് ആയിരിക്കും. അതിന് ഏത് സൈൻ വരും? താഴേക്കല്ലേ. പ്രിൻസിപ്പൽ ആക്സിന് താഴോട്ടുള്ള മെഷർമെന്റ്സ് നെഗറ്റീവ് ആയതുകൊണ്ട് മൈനസ് എച്ച് ഡാഷ് ഡിവൈഡഡ് ബൈ, അതേസമയം ബി എ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് മുകളിലേക്കല്ലേ, അപ്പോൾ അത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു, ഇനി നമുക്ക് പി ബി ഡാഷ് എന്ന് പറഞ്ഞ ലെഫ്റ്റിലോട്ടാണ്, പി ബിയും ലെഫ്റ്റിലോട്ട്. പി ബി ഡാഷ് പറഞ്ഞ ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും, അത് മൈനസ് വി ഡിവൈഡഡ് ബൈ പി ബിയുടെ പ്ലേസ് കൊടുക്കുന്ന മൈനസ് യു എന്ന് കൊടുക്കുക അല്ലേ. കാരണം ലെഫ്റ്റിലോട്ടുള്ള മെഷർമെന്റ്സ് ആയതുകൊണ്ട് പിന്നെ ലെറ്റേഴ്സ് ഞാൻ നേരത്തെ സ്പെസിഫൈ ചെയ്ത പോലെ തന്നെ എടുത്താൽ മതി. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത് മൈനസ് എച്ച് ഡാഷ് ഡിവൈഡ് ബൈ എച്ച് ഈസ് ഈക്വൽ ടു വി ബൈ യു എന്ന് കിട്ടും. ഈ മൈനസ് ക്യാൻസൽ ആയി പോകില്ലേ, ആണല്ലോ. ഫ്രം ദാറ്റ് എച്ച് ഡാഷ് ഡിവൈഡ് ബൈ എച്ച് ഈസ് ഈക്വൽ ടു മൈനസ് വി ബൈ യു എന്ന് കിട്ടുമല്ലോ. അപ്പം നമുക്ക് ആദ്യം മാഗ്നിഫിക്കേഷൻ്റെ ഫോർമുല ഈ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ നമ്പർ 1 ഇല്ലേ, അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇൻ ദ പ്ലേസ് ഓഫ് എച്ച് ഡാഷ് വി ക്യാൻ എച്ച് ഡാഷ് ബൈ എച്ച് വി ക്യാൻ റൈറ്റ് മൈനസ് വി ബി എന്ന് എഴുതാമല്ലോ. അതുകൊണ്ട് മാഗ്നിഫിക്കേഷൻ്റെ ഫോർമുല നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? മാഗ്നിഫിക്കേഷൻ ഇസ് ഗിവൺ ബൈ എം ഈസ് ഈക്വൽ ടു എച്ച് ഡാഷ് ഡിവൈഡ് ബൈ എച്ച് എന്ന് എടുക്കാം, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് വി ബൈ. ഈ രണ്ട് ഫോർമുല വെച്ചിട്ടും വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ മാഗ്നിഫിക്കേഷൻ ആൻഡ് ദിസ് ഈസ് ആപ്ലിക്കബിൾ ഫോർ ബോത്ത് കോൺകേവ് ആൻഡ് കോൺവെക്സ് മിറർ. വെർച്വൽ ഇമേജ് ഫോംഡ് ബൈ കോൺകേവ് ആൻഡ് കോൺവെക്സ് മിറർ. നമുക്ക് എങ്ങനെ വെർച്വൽ ഇമേജ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ. അപ്പോൾ നമുക്ക് എ ബി എന്ന് പറയുന്ന ദാറ്റ് ഈസ് ഓബ്ജക്റ്റ്, ദാറ്റ് ഈസ് എ റിയൽ ഓബ്ജക്റ്റ് പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ പോൾ ആൻഡ് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ് മിറർ. ഇമേജിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കണ്ടേ, അതല്ലാത്ത റിയൽ ആണ് വെർച്വൽ ആണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ട് റീസൺ ഞാൻ എടുക്കുന്നു. ഒന്ന്, പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വരുന്ന റേ ആണ്. ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് പാസസ് ത്രൂ ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഉണ്ടല്ലേ. കോൺകേവ് മിറർ നമ്മൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, വെർച്വൽ ഇമേജ് ബൈ കോൺകേവ് മിറർ ഫോക്കസിനൊപ്പം. രണ്ടാമത്തെ റേ എന്ന് പറഞ്ഞാൽ പോടി കൂടെ വരുന്ന റേ ആണ്. ആ റേയുടെ പ്രത്യേകത റിഫ്ലക്ഷൻ കഴിയുമ്പോൾ ലോ ഓഫ് റിഫ്ലക്ഷൻ ഉപയോഗിച്ച് ചെയ്ത ടി ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്നതായിട്ട് കണ്ടല്ലോ. അപ്പോൾ ഈ ഫോക്കസിൽ കൂടെ റിഫ്ലക്ട് ചെയ്യുന്ന റേയും പോളിൽ കൂടി റിഫ്ലക്ട് ചെയ്ത് വരുന്ന റേയും ഡൈവർജിങ് ആണ്, അത് മീറ്റ് ചെയ്തില്ല. അതുകൊണ്ട് അതിനെ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് അപ്പിയർ ചെയ്യും അല്ലേ, ആണല്ലോ. ആ പോയിന്റിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ ഡാഷ് ബി ഡാഷ് ഇസ് ഫോം ദെയർ. അത് മിററിന്റെ ബാക്കിലല്ലേ,
അതുപോലെ ആക്ച്വലായിട്ട് റിഫ്ലക്ട് റേസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് അല്ലല്ലോ, നമുക്ക് അപ്പിയർ ചെയ്യുന്ന പോയിന്റ് അല്ലേ. ദേ അപ്പിയർ ടു മീറ്റ് അറ്റ് എ പോയിന്റ് ആയിട്ടല്ലേ നമ്മൾ കാണുകയുള്ളൂ. അതുകൊണ്ട് എ ഡാഷ് ബി ഡാഷ് എന്തായിരിക്കും? വെർച്വൽ ആയിരിക്കും. അപ്പോൾ കോൺകേവ് മിററിന് വെർച്വൽ ഇമേജ് ഫോം ചെയ്യാം വെൻ യു ആർ പ്ലേസിംഗ് ദ ഒബ്ജക്റ്റ് ഇൻ ബിറ്റ്വീൻ ദ പോൾ ആൻഡ് ദ പ്രിൻസിപ്പൽ ഫോക്കസ്. ആൻഡ് വെൻ യു ഗോ ടു ദ കേസ് ഓഫ് എ കോൺവെക്സ് മിറർ, ദ സെക്കൻഡ് ഫിഗർ നമുക്ക് നോക്കാം. കോൺവെക്സ് മിററിന്റെ കേസിൽ നമ്മൾ ഒരു ഓബ്ജക്റ്റ് വെക്കുന്നു. അവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും സ്പെസിഫൈ ചെയ്യുന്നില്ല. പോളിനും ഫോക്കസിന് ഇടയ്ക്കാണോ, ബിയോണ്ട് ദ സെന്റർ ഓഫ് കർവേച്ചർ ആണോ എന്നൊന്നും നമ്മൾ പറയുന്നില്ല അല്ലേ. അവിടെ കാണുന്നത് എ ബി എന്ന് പറഞ്ഞ ഓബ്ജക്റ്റ് നമ്മൾ പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ കോൺവെക്സ് മിറർ ആൻഡ് വി ആർ കൺസിഡറിംഗ് ദ ടു റേസ് ഫോർ ഫൈൻഡിംഗ് ഔട്ട് ദ പൊസിഷൻ ഓഫ് ദ ഇമേജ്. വൺ ഈസ് a ray parallel to the principal axis. നോക്കി, ഇതല്ലേ റിഫ്ലക്ഷൻ കഴിയുമ്പോൾ പ്രത്യേകം ഇറ്റ് അപ്പിയർ ടു കം ഫ്രം ദ പ്രിൻസിപ്പൽ ഫോക്കസ് അല്ലെങ്കിൽ അപ്പിയർ ടു ഡൈവേർജ് ഫ്രം ദ പ്രിൻസിപ്പൽ ഫോക്കസ് ആയിരിക്കും. എന്നിട്ട് ഫോക്കസ് ചെയ്ത് ഇങ്ങനെ ഇത് ഡൈവേർജ് ചെയ്ത് പോകുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ റേയെ, ഈ ഡൈവേർജ് ചെയ്യുന്ന റേ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ ഫോക്കസിലേക്കല്ലേ, അങ്ങനെ നമുക്ക് കിട്ടും അല്ലേ. ഇനി അടുത്ത റേ എന്ന് പറഞ്ഞാൽ പോളിൽ വരുന്ന റേ. ഇവിടെ എടുക്കുന്ന അതേ റേ തന്നെയാണ്, പോളിൽ വന്നിരുന്ന റേ ആണ്. ആ റിഫ്ലക്ഷൻ കഴിയുമ്പോൾ ഫ്രണ്ടിലേക്ക് എല്ലാവരും ഒരു ബാക്കിലേക്ക് പോകില്ലല്ലോ. അപ്പോൾ അത് ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ ഈ ഫോക്കസിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്ന റേയും പ്രിൻസിപ്പൽ പോളിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്ന റേയും മീറ്റ് അറ്റ് ദ പോയിന്റ് എ ഡാഷ് ആയിരിക്കുമല്ലോ. സോ യു ആർ ഗെറ്റിംഗ് എ ഡാഷിൽ അത് മീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് അപ്പിയർ ചെയ്യാണ്. അപ്പോൾ എ ഡാഷ് ബി ഡാഷ് ഇസ് ദ ഇമേജ് ഫോംഡ് ബൈ ദ കോൺവെക്സ് മിറർ. അതും മിററിന്റെ ബാക്കിലാണ് ഫോം ചെയ്യുന്നത്, ഫ്രണ്ടിലല്ല. മാത്രമല്ല ഈ റിഫ്ലക്ട് റേസ് ആക്ച്വലായിട്ട് മീറ്റ് ചെയ്യല്ലോ, ഡൈവേർജിങ് റേസ് അല്ലേ, റിഫ്ലക്ട് റേസ് ഡൈവേർജിങ് അല്ലേ. അപ്പോൾ ബാക്കിൽ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയതുകൊണ്ട് എ ഡാഷ് ബി ഡാഷ് വെർച്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ കോൺവെക്സ് മിറർ വെർച്വൽ ഇമേജ് ഉണ്ടാക്കണമെങ്കിൽ ഓബ്ജക്റ്റിന്റെ പൊസിഷന് പ്രാധാന്യമില്ല. ഇറസ്പെക്റ്റീവ് ഓഫ് ദ പൊസിഷൻ ഓഫ് ദ ഓബ്ജക്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ കോൺവെക്സ് മിറർ, ദ കോൺവെക്സ് മിറർ ഓൾവേസ് ഫോംസ് വെർച്വൽ ഇമേജ്. റിഫ്രാക്ഷൻ. നമുക്ക് റിഫ്രാക്ഷൻ ഫിനോമിന പഠിക്കുക എന്ന് പറയുമ്പോൾ, അതായത് ഇറ്റ് ഈസ് എ ഫിനോമിന, വൺ പ്രോപ്പർട്ടി ഓഫ് ലൈറ്റ്, ഓർ ഇറ്റ് ഈസ് എ ഫിനോമിന ഒബ്സർവ്ഡ് വെൻ ലൈറ്റ് ഈസ് ട്രാവലിംഗ് ഫ്രം വൺ ട്രാൻസ്പെറൻറ്റ് മീഡിയം ടു അനദർ ട്രാൻസ്പെറൻറ്റ് മീഡിയം. അപ്പം നമുക്കിവിടെ ട്രാൻസ്പെറൻറ്റ് മീഡിയങ്ങളെ കാണിക്കാൻ വേണ്ടി നമുക്ക് ഒരു സർഫസ് ഓഫ് സെപ്പറേഷൻ എടുക്കാം. ഇതിൻ്റെ ഈ സർഫസ് ഓഫ് സെപ്പറേഷന് ബോർഡിൽ വരുന്ന ഫസ്റ്റ് ട്രാൻസ്പെറൻറ്റ് മീഡിയം, അതിന് താഴെ വരുന്ന സെക്കൻഡ് ട്രാൻസ്പെറൻറ്റ് മീഡിയം. ട്രാൻസ്പെറൻറ്റ് മീഡിയം എന്ന് പറഞ്ഞാൽ എന്താ? ലൈറ്റിനെ കടത്തിവിടുന്ന മീഡിയങ്ങളാണ്. ദേ ആർ കോൾഡ് ട്രാൻസ്പെറൻറ്റ് മീഡിയം. ലൈറ്റിനെ കടത്തിവിടാത്ത ഒപ്പേക്ക് എന്ന് പറയും, ഒപ്പേക്ക് മീഡിയങ്ങളാണ് അല്ലേ. അപ്പോൾ റിഫ്രാക്ഷൻ ഫിനോമിന പഠിക്കണമെങ്കിൽ ലൈറ്റ് മസ്റ്റ് ട്രാവൽ ഫ്രം വൺ മീഡിയം ടു അനദർ. ആൻഡ് ഹിയർ വി ക്യാൻ സീ ദാറ്റ് വെൻ ലൈറ്റ് ട്രാവലിംഗ് ത്രൂ വൺ മീഡിയം ഇൻസിഡൻറ്റ് ഓൺ ദ സർഫസ് സെപ്പറേറ്റിംഗ് ടു ഡിഫറെൻറ്റ് മീഡിയം. അപ്പോൾ ഇവിടെ എയർ ആണ് നമ്മുടെ മീഡിയം, എയറിൽ കൂടെ ലൈറ്റ് പോകില്ല. അപ്പോൾ ഇത് എയർ ആണെങ്കിൽ താഴത്തെ മീഡിയം വേണം നമുക്ക് വാട്ടറോ അല്ലെങ്കിൽ ഗ്ലാസ്സോ എടുക്കാം. അപ്പോൾ നമ്മളിത് വാട്ടർ എടുക്കുന്നെങ്കിൽ സെക്കൻഡ് മീഡിയം വാട്ടർ ആയിരിക്കത്തില്ല. അപ്പം ആദ്യം റേ ട്രാവൽ ചെയ്യുന്ന ഒരു മീഡിയത്തിൽ കൂടെ ആയിരിക്കും. അതാ പറഞ്ഞ് വെൻ എ റേ ഓഫ് ലൈറ്റ് ട്രാവലിംഗ് ത്രൂ വൺ മീഡിയം ഇൻസിഡൻറ്റ് ഓൺ ദ സർഫസ് സെപ്പറേറ്റിംഗ് ടു ഡിഫറെൻറ്റ് മീഡിയം. അപ്പോൾ ഈ രണ്ട് മീഡിയങ്ങളെ സെപ്പറേറ്റ് ചെയ്യുന്ന ലൈൻ ഇതല്ലേ, ഇതാണ് അതിൻ്റെ സർഫസ് എന്ന് പറയുന്നത്. ഇതിൽ വന്നിങ്ങനെ വീണു. വീഴുന്ന സമയത്ത് ലൈറ്റ് എന്ത് ചെയ്യണം? സെക്കൻഡ് മീഡിയത്തിലേക്ക് പോകുമ്പോൾ, സെക്കൻഡ് മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെ പാത്ത് ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇങ്ങനെ സെക്കൻഡ് മീഡിയത്തിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ നേരെ പോകാതെ അതിൻ്റെ പാത്ത് ചേഞ്ച് ചെയ്യും. ഒന്നുകിൽ പാത്ത് ഇങ്ങോട്ട് മാറാം, അല്ലെങ്കിൽ പാത്ത് ഇങ്ങോട്ട് മാറാം അല്ലേ. അപ്പം ഇങ്ങനെ ഈ പോകേണ്ട ഇൻസിഡൻറ്റ് റേയുടെ പാത്തിൽ നിന്ന് മാറിയിട്ട് ആ ഇൻസിഡൻറ്റ് റേ എന്തായിരിക്കും? വൈൽ ട്രാവലിംഗ് ദ സെക്കൻഡ് മീഡിയം ഇറ്റ്സ് ഡയറക്ഷൻ ചേഞ്ചസ്, ഇനിഷ്യൽ ഡയറക്ഷൻ ചേഞ്ചസ്, അറ്റ് ദ സെയിം ടൈം ദ വെലോസിറ്റി ഓൾസോ ചേഞ്ചസ്. അപ്പോൾ ഫസ്റ്റ് മീഡിയത്തിൻ്റെ വെലോസിറ്റിയും സെക്കൻഡ് മീഡിയത്തിൻ്റെ വെലോസിറ്റിയും ഡിഫറൻ്റ് ആയിരിക്കത്തില്ലേ. അപ്പോൾ അങ്ങനെ സെക്കൻഡ് മീഡിയത്തിൽ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ഇനിഷ്യൽ ഡയറക്ഷനും ചേഞ്ച് ചെയ്യും. അതുപോലെ തന്നെ ഫസ്റ്റ് മീഡിയത്തിൽ വെലോസിറ്റി എന്താണോ ആ വെലോസിറ്റി അല്ല സെക്കൻഡ് മീഡിയത്തിൽ. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് വെലോസിറ്റി പോകുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല ഇൻ ദ സെക്കൻഡ് മീഡിയം. ആൻഡ് ദാറ്റ് പർട്ടിക്കുലർ ഫിനോമിനൻ ഈസ് കോൾഡ് റിഫ്രാക്ഷൻ. So what is refraction? Refraction means when a ray of light traveling through one medium incident on the surface separating two different media, then the initial direction and velocity of light changed as it passes through the second medium, and this phenomenon is called refraction. And we have to note that when the light is traveling from one medium to another, the frequency of light never changes. അപ്പോൾ ലൈറ്റ് ഫസ്റ്റ് മീഡിയത്തിൽ എത്ര ഫ്രീക്വൻസി ലൈറ്റിനുണ്ടോ അതേ ഫ്രീക്വൻസി തന്നെ ആയിരിക്കും ലൈറ്റ് സെക്കൻഡ് മീഡിയത്തിൽ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ. പക്ഷേ എന്തിനൊക്കെ മാറ്റം വരും? അതിൻ്റെ സ്പീഡിന് മാറ്റം വരും, അല്ലെങ്കിൽ വെലോസിറ്റിക്ക് മാറ്റം വരും. അതുമാത്രമല്ല അതിൻ്റെ വേവ് ലെങ്തിനും ചേഞ്ച് ഉണ്ടാകാം. അപ്പോൾ ലൈറ്റ് വെൻ ട്രാവൽസ് ഫ്രം വൺ മീഡിയം ടു അനദർ, വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ചേഞ്ചസ് ദിയർ? വെലോസിറ്റി ആൻഡ് വേവ് ലെങ്ത് ചേഞ്ചസ്, വേറാസ് ഫ്രീക്വൻസി റിമെയിൻസ് അൺചേഞ്ച്ഡ്. ഇനി നമ്മൾ സാധാരണ മീഡിയകൾ എടുക്കുന്ന സമയത്ത് അവിടെ റെയർ മീഡിയം, ഡെൻസർ മീഡിയം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. റെയർ മീഡിയം ആൻഡ് ഡെൻസർ മീഡിയം. ഇപ്പം നമ്മൾ
രണ്ട് മീഡിയങ്ങൾ എടുക്കുന്നതിനകത്ത് ഒരു മീഡിയം എന്തായിരിക്കും റെയറർ മീഡിയം എന്ന് വയ്ക്കും. റെയറർ മീഡിയം എന്ന് പറഞ്ഞാൽ റിഫൈൻഡ്സ് കുറഞ്ഞ മീഡിയങ്ങളാണ്. റിഫൈൻഡ്സ് നമ്മൾ പഠിക്കാൻ പോകണല്ലേ ഉള്ളൂ. പല മീഡിയങ്ങളുടെ റിഫൈൻഡ്സ് വ്യത്യാസം കാണും. ഇപ്പോൾ എക്സാമ്പിൾ എയർ ആണെങ്കിൽ റിഫൈൻഡ്സ് വരുന്നത് 1 ആയിരിക്കും, വാട്ടറിന് 1.33 ആയിരിക്കും, ഗ്ലാസിൻ്റെ വാല്യൂ 1.5, അതിനടുത്തുള്ള വാല്യൂസ് പല ഗ്ലാസ് അനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ ഇതേ രണ്ട് മീഡിയങ്ങൾ എടുക്കുക, റിഫൈൻഡ്സ് വ്യത്യാസം വരുമല്ലോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന മീഡിയത്തിലെ ആർക്കാണോ റിഫൈൻഡ്സ് കുറവ് അയാളെ വിളിക്കുന്ന പേരാണ് റെയർ മീഡിയം. ആൻഡ് സെക്കൻഡ് വൺ ഈസ് കോൾഡ് ഡെൻസർ മീഡിയം. ആൻഡ് സപ്പോസ് എ റേ ഓഫ് ലൈറ്റ് ഈസ് ട്രാവലിംഗ് ഫ്രം റെയർ മീഡിയം ടു ഡെൻസർ മീഡിയം. അപ്പോൾ നമ്മളിങ്ങനെ ഒരു റിഫ്രാക്ഷൻ പഠിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ റേ എടുക്കുന്നു. ദിസ് ഈസ് ഇൻസിഡന്റ് റേ. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളല്ലേ, അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് അങ്ങ് പോകുന്നത്. അതൊക്കെ നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യം. ദിസ് ഈസ് ഇൻസിഡന്റ് റേ. ഇവിടെ നോർമൽ വരയ്ക്കും. ദിസ് ഈസ് എ നോർമൽ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. ഈ സർഫസ് സെപ്പറേഷൻ വന്ന് വീഴുന്ന ഭാഗത്ത് വരയ്ക്കുന്ന നോർമലാണ്. ആൻഡ് ദിസ് ഈസ് എ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇൻസിഡൻറ്റ് റേ നോർമലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ്. ഈ നോർമലിനെ നമുക്ക് സെക്കൻഡ് മീഡിയത്തിലേക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഞാൻ ഈ വരയ്ക്കുന്ന ഡോട്ട് ലൈൻസ് ഇല്ലേ, നോക്കിയേ. ആൻഡ് ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ്. വെൻ ലൈറ്റ് ഈസ് ട്രാവലിംഗ് ഫ്രം റെയർ മീഡിയം ടു ഡെൻസർ മീഡിയം, ദ ലൈറ്റ് റേ ആഫ്റ്റർ റിഫ്രാക്ഷൻ ബെൻസ് ടുവേഴ്സ് ദ നോർമൽ. അപ്പം ഇങ്ങനെ വരും, ഇങ്ങനെ വരും, കണ്ടല്ലേ? അതായത് നോർമലോട് അടുക്കുന്നതായിട്ട് കാണാം. സോ ദിസ് ഈസ് എ റിഫ്രാക്റ്റഡ് റേ ആൻഡ് ദിസ് ഈസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, ആംഗിൾ ബിറ്റ്വീൻ നോർമൽ ആൻഡ് ദ റിഫ്രാക്റ്റഡ് റേ. ദിസ് ഈസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അപ്പോൾ ഈ ഒരു കേസിൽ കാണുന്ന പ്രത്യേകത, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I ഗ്രേറ്റർ ദാൻ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഐ എന്ന് പറയുന്ന ആംഗിൾ എന്ന് പറയുന്നത് നോർമലി ഇൻസിഡൻറ്റ് റേ അല്ലേ. അപ്പോൾ ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ എന്ന് പറയുന്നത്. ഇതാണ് കണ്ടോ. അതുമായിട്ട് ആറിൻ്റെ വാല്യൂ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് ഐ ഗ്രേറ്ററും ആർ എന്തായിരിക്കും സ്മോളും അല്ലേ. ഐ ഈസ് ഗ്രേറ്റർ ദാൻ ആർ. ഇനി തിരിച്ചു ആകാം. പിന്നെ ലൈറ്റ് ഈസ് ട്രാവലിംഗ് ഫ്രം ഡെൻസർ ടു എ റെയർ മീഡിയം. അപ്പം നമുക്ക് ഈ മോഡത്തെ മീഡിയം ഡെൻസർ എന്ന് എടുക്കാം. താഴെ നിന്ന് മുകളിലോട്ട് വരച്ചാൽ മതി, പക്ഷെ നമുക്ക് ഇങ്ങനെ എടുക്കാം ഡെൻസർ. ആൻഡ് ദിസ് ഈസ് എ റെയർ മീഡിയം. ലൈറ്റ് ഈസ് ട്രാവലിംഗ് ഫ്രം ഡെൻസർ ടു റെയർ മീഡിയം. ഇപ്പം ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്ക് പോകുന്നു വിചാരിച്ചാണ്. അപ്പം ഡെൻസറിൽ നിന്ന് റെയറിലേക്ക് ആവും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു റേ ഓഫ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്നത് ഇങ്ങനെ. ദിസ് ഈസ് ഇൻസിഡൻറ്റ് റേ. ദിസ് ഈസ് എ നോർമൽ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. ആൻഡ് വെൻ ആർ എക്സ്റ്റെൻഡിങ് ദ ഡയറക്ഷൻ ഓഫ് ദി ഇൻസിഡൻറ്റ് ലൈറ്റ് ഇൻ ദ സെക്കൻഡ് മീഡിയം, വി ആർ റെപ്രസെൻറ്റിംഗ് ദാറ്റ് ബൈ ബ്രേക്കഡ് ലൈൻസ് ആയിരിക്കും. ഡോട്ട് ലൈൻസ് വെച്ച് നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്തു അല്ലേ. And when the light is traveling from denser medium to rare medium, the refractor ray bends away from the normal. ഈ നോർമലിൽ നിന്ന് അകന്നു പോകാം. റിഫ്രാക്ടർ റേ ബെൻസ് away from the normal. ഇതാണ് റിഫ്രാക്ടർ റേ. Bends away from the normal. And this is an incident ray. So this is the angle of incidence. And this is a refractor ray, and so this is the angle of refraction, angle between refractor ray and normal, and this is actually the angle of incidence. In this case, which is greater here? അതായത് when light is traveling from denser medium to rarer medium, angle of refraction is greater than angle of incidence. Then there is another term called angle of deviation. Angle of deviation means it is a angle between direction of incident light and direction of refracted light. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കേസിൽ വെൻ ദ ലൈറ്റ് ഈസ് ട്രാവലിംഗ് ഫ്രം റെയർ മീഡിയം ടു ഡെൻസർ മീഡിയത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഇൻസിഡൻറ്റ് റേയുടെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡോട്ടഡ് ലൈൻസ് ആണ്. റിഫ്രാക്ടർ ഡയറക്ഷൻ ഈ കണ്ടിന്യൂസ് ലൈൻ. അപ്പോൾ ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ ആയിരിക്കും അല്ലേ. ഇറ്റ് ഈസ് ആംഗിൾ ബിറ്റ്വീൻ ഡയറക്ഷൻ ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ് ആൻഡ് ഡയറക്ഷൻ ഓഫ് റിഫ്രാക്ട്. ഇതാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ബട്ട് വെൻ ദ ലൈറ്റ് ഈസ് ട്രാവലിംഗ് ഫ്രം ഡെൻസർ ടു എ റെയർ മീഡിയം അറ്റ് ദ ടൈം ദിസ് ബ്രേക്കഡ് ലൈൻസ് റെപ്രസെൻറ്റ്സ് the direction of incident light, and this is the refractor ray, so this is the angle of deviation. കണ്ടില്ലേ. അപ്പോൾ ആംഗിൾ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി ഇറ്റ് ഈസ് ആംഗിൾ ബിറ്റ്വീൻ ഡയറക്ഷൻ ഓഫ് ദി ഇൻസിഡൻറ്റ് ലൈറ്റ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ റിഫ്രാക്ടർ ലൈറ്റ്. അപ്പോൾ രണ്ട് ഫിഗറിലും റയറിൽ നിന്ന് ഡെൻസറിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്, ഡെൻസറിൽ റയറിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നോട്ട് ചെയ്തിട്ടില്ലേ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കേസിൽ നമുക്ക് ആംഗിൾ ഓഫ് ഡീവിയേഷൻ എടുക്കാം. വെൻ ദ ലൈറ്റ് ഈസ് ട്രാവലിംഗ് ഫ്രം റയർ ടു ഡെൻസർ മീഡിയം, ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഇവിടെ വലിയ ആംഗിൾ ഏതാ? ഐ അല്ലേ.
ആർ ചെറിയ ആംഗിൾ അല്ല, ഐ ഈസ് ഗ്രേറ്റർ ദാൻ ആർ അല്ലേ, അപ്പോൾ നമുക്ക് ഐ മൈനസ് ആർ എന്ന് എടുക്കാം അല്ലേ. ഈ ആംഗിളിൽ നിന്ന് ഈ ആംഗിൾ സബ്ട്രാക്ട് ചെയ്താൽ നമുക്കിത് കിട്ടില്ലേ. സോ ഡി ഈസ് ഇക്വൽ ടു ഐ മൈനസ് ആർ. And when the light is traveling from denser to rarer medium, how can you estimate the value of angle of deviation? Here r is greater than I, so r minus I. ഇത്രയേ ഉള്ളൂ, അല്ല വേറെ ഒന്നുമില്ല. നെക്സ്റ്റ് ഈസ് ലോസ് ഓഫ് റിഫ്രാക്ഷൻ. ഇപ്പോൾ ലോസ് ഓഫ് റിഫ്രാക്ഷനിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഒബ്സർവ് ചെയ്യേണ്ടേ, റിഫ്രാക്ഷൻ ഫിനോമിന പഠിക്കുന്ന സമയത്ത് there are two media, first media and second media. They are having refinedness n1 and n2. അത് അതിൻ്റെ അബ്സല്യൂട്ട് റിഫൈൻഡ്നെസ് ആയിരിക്കും. നമ്മൾ ഇനിയും അടുത്ത സ്റ്റെപ്പിൽ പഠിക്കുന്ന അബ്സല്യൂട്ട് റിഫൈൻഡ്നെസ് ആണ്. അപ്പോൾ അത് ക്ലിയർ ആകും. വാട്ട് ഈസ് അബ്സല്യൂട്ട് റിഫൈൻഡ്നെസ്? അപ്പോൾ n1 n2 ഇപ്പോൾ തൽക്കാലം എടുക്കുക. And this is the normal drawn at the point of incidence of the ray. This is the incident ray and this is a refracted ray. And I is the angle of incidence and r is the angle of refraction. And on the basis of this concept we are defining the laws of refraction. ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ഇതാണ്. അതിൻ്റെ ഫസ്റ്റ് ലോ പറയുന്നത് ദ ഇൻസിഡന്റ് റേ then refracted ray and the normal at the point of incidence are always in the same plane, are always in the same plane ആണ് ഫസ്റ്റ് ലോ പറഞ്ഞല്ലേ. അപ്പോൾ ഏതൊക്കെയാണ്? ഇൻസിഡന്റ് റേ, നോർമൽ ആൻഡ് റിഫ്രാക്ടഡ് റേ. ദേ ആർ ഓൾവേസ് ഇൻ ദ സെയിം പ്ലെയിൻ. സെക്കൻഡ് ലോ ഈസ് കോൾഡ് സ്നെൽസ് ലോ. അപ്പോൾ സെക്കൻഡ് ലോയെ വിളിക്കുന്നത് സ്നെൽസ് ലോ എന്ന് പറയുന്നത്. സ്നെൽസ് ലോ പറയുന്നത് അതായത് നമ്മൾ ഈ വരുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത് ചേഞ്ച് ചെയ്യാതിരിക്കുക. അതായത് നമുക്ക് നമ്മുടെ ഐ മാറുമ്പോൾ ആർ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഓരോ ഐ ചേഞ്ച് ചെയ്യുമ്പോഴും ഈ ലൈറ്റ് മാറരുത്. ലൈറ്റ് മാറരുതെന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് അല്ലെങ്കിൽ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ കളർ ഓഫ് ലൈറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യാതിരിക്കുക. അവിടെ പെയർ ഓഫ് മീഡിയകൾ മാറരുത്. ഫസ്റ്റ് മീഡിയം ഇപ്പം എയർ ആണെങ്കിൽ സെക്കൻഡ് മീഡിയം ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ ആ പെയർ ഓഫ് മീഡിയം ചേഞ്ച് ചെയ്യാതെ നമ്മുടെ ഐയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുമ്പോൾ എന്തൊരു മാറ്റം വരും? ആറിൻ്റെ മാറ്റം വരുമെന്നാണ്. മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ റേഷ്യോ ഓഫ് ദ സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് to the sine of angular refraction is a constant for a given wavelength of light and for a given pair of media, and this constant is equal to refineness of second medium with respect to first medium. അതിങ്ങനെ എഴുതുന്നത് n21 എന്ന് എഴുതുന്നു. അപ്പോൾ ഈ കോൺസ്റ്റന്റ് വാല്യൂ എപ്പോഴും എന്തിന് ഈക്വൽ ആയിരിക്കും? അതായത് റിഫൈൻഡ്നെസ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ഫസ്റ്റ് മീഡിയം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അതായത് സെക്കൻഡ് മീഡിയത്തെ റിഫൈൻഡ്നെസ്സിനെ ഫസ്റ്റ് മീഡിയത്തെ റിഫൈൻഡ്നെസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന വാല്യൂവിന് ഈക്വൽ ആയിരിക്കും ഈ കോൺസ്റ്റന്റ് വാല്യൂ. ഇപ്പോൾ സൈൻ ബൈ സൈൻ ആർ ആർക്ക് ഈക്വൽ ആയിരിക്കും n2/m. അതായത് റിഫ്രാക്ടറി ട്രാവൽ ചെയ്യുന്ന മീഡിയത്തെ റിഫൈൻഡ്നെസ്സിനെ ഇൻസിഡന്റ് റേ നിൽക്കുന്ന മീഡിയത്തിൻ്റെ റിഫൈൻഡ്നെസ് ഡിവൈഡ് ചെയ്യുന്ന വാല്യൂ ഈ സൈൻ ഐ ബൈ സൈൻ ആറിന് ഈക്വൽ ആയിരിക്കും എന്നാണ്. ദാറ്റ് ഈസ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്നെൽസ് ലോ. അപ്പോൾ ഇങ്ങനെ രണ്ട് ലോയാണ് എന്നോട് കണക്ട് ചെയ്ത് പഠിക്കുന്നത് in connection with the law of refraction. Next is absolute refineness. അതിൻ്റെ റെപ്രസെൻറ്റീവ് ഒന്നെങ്കിൽ n അല്ലെങ്കിൽ മ്യൂ. ചില ടെസ്റ്റുകളൊക്കെ മ്യൂ എന്ന് പറഞ്ഞ ലെറ്റർ ഉപയോഗിക്കുന്നത്, ചിലടത്ത് n ആയിരിക്കും. NCERT മിക്കവാറും എല്ലാം n തന്നെ ഉപയോഗിക്കുന്നത്. പക്ഷേ എക്സാമിനേഷൻ വരുന്ന സമയത്ത് എന്നിന് വരാം മ്യൂവും വരാം. അപ്പോൾ രണ്ട് ലെറ്റർ നമ്മൾ ഫെമിലർ ആകാമെന്ന് മാത്രമേ ഉള്ളൂ. എനിവേ യു ആർ ഗോയിങ് ടു absolute refineness of a medium, and for studying the absolute refineness of medium you are taking two media. The first medium is taken as air. സെക്കൻഡ് മീഡിയം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മീഡിയമാണ്. എയർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എസ്പെഷ്യലി ഫ്രീ സ്പേസ് ആയിരിക്കും. ഫ്രീ സ്പേസ് എന്ന് പറഞ്ഞാൽ വാക്യൂം. വാക്യൂത്തിന് നിയർ ബൈ എടുക്കുന്ന എപ്പോഴും എയർ ആയതുകൊണ്ട് എയർ എന്ന് സ്പെസിഫൈ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഫ്രീ സ്പേസും മറ്റേത് മീഡിയമാണ്. ഈ മീഡിയത്തിൻ്റെ അബ്സല്യൂട്ട് റിഫൈൻഡ്നെസ് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. ഈ സമയത്ത് നമ്മൾ കാണുന്ന റേ ഓഫ് ലൈറ്റ് ഈസ് ട്രാവലിംഗ് ഫ്രം എയർ ഓർ ഫ്രീ സ്പേസ് ഇൻ ടു ദ മീഡിയം. ഈ മീഡിയം എന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഇത് വാട്ടർ ആകാം, അല്ലെങ്കിൽ മീഡിയം ഗ്ലാസ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ട്രാൻസ്പെറൻറ്റ് മീഡിയം ആകാം. അപ്പോൾ എയറിൽ നിന്ന് ലൈറ്റ് എങ്ങോട്ട് പോവുക? ആ മീഡിയത്തിലേക്ക് പോവാണ് അല്ലേ. അപ്പോൾ എയറിൽ നിന്ന് ലൈറ്റ് പോകുമ്പോൾ ഇൻസിഡന്റ് റേ ഇപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് നോക്കി. ഇൻസിഡന്റ് റേ എന്ന് പറയുന്നത് എയറിനകത്തായിരിക്കും. റിഫ്രാക്ടർ റേ എന്ന് പറയുന്നത് എവിടെയാണെന്ന് നോക്കി. നമുക്ക് റിഫൈൻഡ്നെസ് കണ്ടുപിടിക്കേണ്ട റിഫൈൻഡ്നെസ് ഓഫ് എ മീഡിയം എന്നല്ലേ പറയുന്നത് അല്ലേ. അബ്സല്യൂട്ട് റിഫൈൻഡ്നെസ് n or mu of a medium
നമ്മൾ എഴുതാൻ വിട്ടുപോയത്. അബ്സർവ്ഡ് വാല്യൂസ് n or mu ഓഫ് എ മീഡിയം. അപ്പോൾ നമുക്കൊരു മീഡിയത്തിൻ്റെ അബ്സർവ്ഡ് വാല്യൂസ് കണ്ടുപിടിക്കണം. ആ മീഡിയത്തിലായിരിക്കും റിഫ്രാക്ടറി വരുന്നത് അല്ലേ. അപ്പോൾ ലൈറ്റ് എവിടെ നിന്ന് എങ്ങോട്ട് ട്രാവൽ ചെയ്തു? ലൈറ്റ് ഈസ് ട്രാവലിംഗ് ഫ്രം ഫ്രീ സ്പേസ് ടു ദ മീഡിയം. അങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ആംഗിൾ ഓഫ് ഇൻസിഡൻസും ഉണ്ടാകും, ഒരു ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും ഉണ്ടാകും. Then you are taking the ratio of sine of angle of incidence to the sine of angle of refraction. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ റേഷ്യോ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഈ മീഡിയത്തിൻ്റെ റിഫൈൻഡൻസ് n ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ n ആയിരിക്കത്തില്ലേ. Then how can define absolute refinedness? It is the ratio of sine of angle of incidence to the sine of the angle of refraction when the ray of light is traveling from free space or air to the medium. സെക്കൻഡ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഫ്രീ സ്പേസിൽ കൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സ്പീഡ് എന്തായിരിക്കും? c. നിയർലി ആ സ്പീഡ് തന്നെ എയറിൽ നമ്മൾ പലപ്പോഴും എടുക്കാറുണ്ട്. അപ്പം ഫ്രീ സ്പേസിൽ കൂടി ട്രാവൽ ചെയ്യുന്ന ഇൻസിഡന്റ് ലൈറ്റ് പോകുന്ന ഫ്രീ സ്പേസിൽ കൂടെ അതിൻ്റെ c നമ്മൾ എടുക്കുന്നു. അതേസമയം സെക്കൻഡ് മീഡിയത്തിൽ വരുമ്പോൾ അതിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യും. അതായത് ഏറ്റവും ഫാസ്റ്റായിട്ട് ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഫ്രീ സ്പേസിലല്ലേ. അപ്പോൾ മറ്റേത് മീഡിയത്തിൽ എത്തിയാലും ലൈറ്റ് സ്ലോ ആകും. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി നമുക്ക് വേറെ ലെറ്റർ എടുക്കാം, v എന്ന് എടുക്കാം അല്ലേ. അപ്പം അങ്ങനെ ആണെങ്കിൽ നമുക്കിൻ്റെ ഈ മീഡിയത്തിൻ്റെ അബ്സൊല്യൂട്ട് റിഫൈൻഡൻസ് കണ്ടുപിടിക്കണമെങ്കിൽ n കണ്ടുപിടിക്കണം എന്ന് വെച്ചാൽ അബ്സൊല്യൂട്ട് റിഫൈൻഡൻസ് കണ്ടുപിടിക്കണമെങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റ് in ഫ്രീ സ്പേസ് എടുക്കുക. ഫ്രീ സ്പേസ് divided by speed of light in the medium. അപ്പോൾ n എങ്ങനെ എടുക്കുക? n = c/v നിർത്താം കേട്ടോ. ഈ രണ്ട് ഡെഫിനേഷൻസ് ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ഫോർ അബ്സൊല്യൂട്ട് റിഫൈൻഡൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ആദ്യ ഡെഫിനേഷൻ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ പറഞ്ഞു അബ്സൊല്യൂട്ട് റിഫൈൻഡൻസ് ഇസ് എ റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഫ്രീ സ്പേസ് ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം. നെക്സ്റ്റ് ഈസ് ആപ്ലിക്കേഷൻ ഓഫ് റിഫ്രാക്ഷൻ. അതിനകത്ത് നമുക്ക് പഠിക്കേണ്ട റിയൽ ഡെപ്ത് ആൻഡ് അപ്പറന്റ് ഡെപ്ത്. അത് പഠിക്കാൻ വേണ്ടി നമുക്ക് ഈ ഫിഗറിലേക്ക് പോകാം. അവിടെ നമ്മൾ കാണുന്നത് O is an object lying in a denser medium. And suppose an observer is trying to observe this object from air. അതായത് ഒരു റെയർ മീഡിയത്തിൽ തന്നെ ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് വെച്ചു. Then it is seen that the depth of the object is found to be less than the actual depth observed by the observer. ആ ഒബ്സർവർ കാണുന്ന ഡെപ്ത് എന്ന് പറയുന്നത് ആക്ച്വൽ ഡെപ്തിനേക്കാൾ എപ്പോഴും കുറവായിരിക്കും. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ഈ ഓബ്ജക്റ്റ് നിൽക്കുന്ന ഇവിടെയാണെങ്കിൽ ഈ ഒബ്സർവർ അതിൻ്റെ ഇമേജിനെ കാണുന്ന ഇവിടെയായിരിക്കും. അപ്പോൾ ശരിക്കും AO എന്ന് പറയുന്ന അവിടുത്തെ റിയൽ ഡെപ്ത് ആണ്. പക്ഷേ നമുക്ക് ഫീൽ ചെയ്യുന്ന ഡെപ്ത് ഇത്ര മാത്രമേ കാണുള്ളൂ, AI മാത്രമേ കാണുള്ളൂ. അപ്പം ഡെപ്ത് കുറയുന്നതായിട്ട് ഫീൽ ചെയ്യത്തില്ലേ? ഇതിനെയാണ് യഥാർത്ഥ സ്പെസിഫിക് ആസ് റിയൽ ഡെപ്ത് ആൻഡ് അപ്പറന്റ് ഡെപ്ത്. ഇനി ഇവിടെ നമ്മൾ ഒബ്സർവേഷൻ ചെയ്യുന്നേ ഈ നോർമലെ കൂടാണ്. ഈ ഓബ്ജക്റ്റിനെ ഒബ്സർവ് ഏത് നോർമൽ? ഈ ഡെൻസർ മീഡിയത്തിന് വരയ്ക്കുന്ന സർഫസ് സെപ്പറേഷൻ ഇല്ലേ, അതിന് വരയ്ക്കുന്ന നോർമലെ കൂടാണ് നമ്മൾ ഒബ്സർവേഷൻ നടത്തുന്നതെങ്കിൽ ഈ നോർമലെ കൂടെ വരുന്ന റേ ആണ് ഈ ഒബ്സർവറുടെ ഐയിലേക്ക് എത്തുന്നത്. നോർമലെ കൂടെ വരുന്ന റേയുടെ പ്രത്യേകം നമുക്കറിയാം, അതിന് ഡീവിയേഷൻ ഇല്ല, റിഫ്രാക്ഷൻ ഇതാ ബെൻഡിങ് ഇല്ല, സ്പീഡ് മാത്രമേ മാറുകയുള്ളൂ. അതുകൊണ്ട് നോർമലെ കൂടെ വരുന്ന ലൈറ്റ് സെക്കൻഡ് മീഡിയത്തിൽ എത്തുമ്പോൾ ഡീവിയേഷൻ അത് എത്തുന്നത് കൊണ്ട് ഐയും ഓയും ഒരു പോയിന്റ് ആയിരിക്കും, അത് കോയിൻസിഡൻസ്. ബട്ട് റിഫ്രാക്ട് വേസ് ആണ് നമ്മുടെ ഐയിലേക്ക് എത്തുന്നെങ്കിൽ, റിഫ്രാക്ട് വേസ് ഇത് രണ്ട് കണ്ടില്ലേ ഒബ്സർവ് ചെയ്യുന്നെങ്കിൽ ആ റിഫ്രാക്ട് ലൈറ്റ്സ് എവിടുന്ന് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഫ്രം ദ പോയിന്റ് ഐ. അപ്പോൾ നമ്മുടെ ഇമേജ് എവിടെ കാണാം? O എന്ന് പറഞ്ഞ ഓബ്ജക്റ്റ് ഇമേജിനെ നമ്മൾ ഇവിടെ അല്ലേ കാണുകയുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഇവിടെ ഓബ്ജക്റ്റ് നിൽക്കുമ്പോൾ ഇതാണ് ശരിക്കും റിയൽ ഡെപ്ത് അല്ലേ. പക്ഷെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന അപ്പറന്റ് ഡെപ്ത് എന്നല്ലേ വിളിക്കുന്നത്. നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഡെപ്താണ് അപ്പറന്റ് ഡെപ്ത്. അത് എത്രയായിരിക്കും? AI ആയിരിക്കും. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഡെൻസർ മീഡിയത്തിൽ റിഫൈൻഡൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് n കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫോർമുലയുണ്ട്. റിയൽ ഡെപ്ത് ഡിവൈഡഡ് ബൈ അപ്പറന്റ് ഡെപ്ത്. നമുക്ക് നോട്ട് ചെയ്യേണ്ട ഫോർമുലയാണ്. റിഫൈൻഡൻസ് n is equal to റിഫൈൻഡൻസ് ഓഫ് ദ മീഡിയം n is equal to റിയൽ ഡെപ്ത് ഡിവൈഡ് ബൈ അപ്പറന്റ് ഡെപ്ത്. സോ n is equal to റിയൽ ഡെപ്ത് ഈസ് AO. ഇവിടുന്ന് ഇവിടെയുള്ള ദൂരമാണ് റിയൽ ഡെപ്ത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് AO ഡിവൈഡഡ് ബൈ അപ്പറന്റ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ A മുതൽ I വരെ ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടുന്നത് AI. ഇങ്ങനെ കിട്ടും AO ഡിവൈഡ് ബൈ A.
മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യത്തെ ഫോമുല കിട്ടുന്നത്. ഇനി അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഷിഫ്റ്റ് നോക്കാം. ഷിഫ്റ്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്ന ഓബ്ജക്റ്റ് ഇവിടെ നിൽക്കുന്നു, ഇമേജ് ഇവിടെ വന്നാൽ ഓബ്ജക്റ്റിൻ്റെ പൊസിഷൻ ഇങ്ങോട്ട് മാറുന്നല്ലേ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് OA എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. സോ ഷിഫ്റ്റ് S ഈക്വൽ ടു, അപ്പോൾ നമുക്ക് അടുത്തായിട്ട് പോകേണ്ടത് ഷിഫ്റ്റ് ആണ്. ഷിഫ്റ്റ് ഓഫ് ദ ഓബ്ജക്റ്റ് പൊസിഷൻ അതുവരെ അല്ലേ. ഷിഫ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എടുക്കാൻ കഴിയുന്ന OI എന്ന് പറയുന്നതാണ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഷിഫ്റ്റ് ഈസ് OI. അതിന് വേണമെങ്കിൽ നമുക്ക് S എന്ന് കൊടുക്കാം. അപ്പോൾ S ഈസ് ഈക്വൽ ടു OA അല്ലേ. ഈ ഡിസ്റ്റൻസിനെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എടുക്കാം? AO മൈനസ് AI എന്ന് എടുക്കാം അല്ലേ. അപ്പോൾ ഷിഫ്റ്റ് S ഈസ് ഈക്വൽ ടു AO മൈനസ് AI. AO മൈനസ് AI. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എയുടെ വാല്യൂ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ എത്ര? ഈ ഫസ്റ്റ് ഫോമുലയിൽ നിന്ന് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് AI? A is equal to AO divided by N. So S is equal to AO minus, in the place of AI, there comes the value AO divided by N. Then which is common? നമുക്ക് ഇങ്ങോട്ട് എഴുതാം അല്ലേ. സോ S is equal to AO കോമൺ അല്ലേ. അപ്പോൾ AO ഇൻറ്റു 1 മൈനസ് 1 ബൈ N എന്ന് എടുക്കാം. 1 മൈനസ് 1 ബൈ N. എയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് റിയൽ ഡെപ്ത് അല്ലേ. A മുതൽ O വരെ റിയൽ ഡെപ്ത് വേണമെങ്കിൽ നമ്മൾ T എന്ന് എടുക്കുന്നെങ്കിൽ, ആ ഡെപ്തിനെ T എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ് കാണിക്കുന്നെങ്കിൽ S is equal to T ഇൻറ്റു 1 മൈനസ് 1 ബൈ N. സോ ഷിഫ്റ്റിൻ്റെ ഫോമുല ആയില്ലേ. അപ്പോൾ നമുക്ക് റിയൽ ഡെപ്ത് ആൻഡ് അപ്പറൻറ്റ് ഡെപ്ത് പഠിക്കുന്ന ഭാഗത്തുനിന്ന് ഈ ഫിനോമിന ഒബ്സർവ് ചെയ്യാം. അത് മാത്രമല്ല എയറിൽ നിന്ന് ലൈറ്റ് ഡെൻസറിലേക്കാണ് പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഓബ്ജക്റ്റ് ഡെൻസർ മീഡിയത്തിലാണെങ്കിൽ യൂസിങ് ദിസ് ഫോമുല വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ റഫൈനസ് ഓഫ് ദ ഡെൻസർ മീഡിയം, real depth divided by apparent depth, and moreover how much is the position of the T shifted in the upward direction. That is given by the formula S is equal to T into 1 minus 1 by N, where N is the refineness and T is the real depth, that is AO. അതാണ് T എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ക്ലാസ് ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു. എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.